രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഉണ്ടല്ലോ അച്ചമ്മ പറഞ്ഞു നമുക്കൊന്ന് മൂഴി വരെ പോയാലോ വല്യമ്മനെ കാണാമെന്ന്. ഞായറാഴ്ച പൊതുവേ മടിയുള്ള ദിവസം എൻ്റെ മൈൻഡിൽ സെറ്റ് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്കൊരു യാത്രയല്ലേ പോയി വരാം, നമുക്ക് എല്ലാവർക്കും കൂടെ പോകാമെന്നേ. കുറച്ച് ബേക്കറി ഒക്കെ വാങ്ങാലോ, വാ ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ട കടലമിഠായി വാങ്ങിച്ചു തരണം എന്നാലേ ഞാൻ വരുള്ളൂ. ഇതൊക്കെ വാങ്ങി ആദ്യത്തെ വീട്ടിലെത്തിയപ്പോൾ അവിടെ ആരും ഇല്ലായിരുന്നു കേട്ടോ. ഇയാൾ പുറത്തിങ്ങനെ കിടപ്പുണ്ടായിരുന്നു, അയാൾക്കാണെങ്കിൽ ഒരു മൈൻഡും ഇല്ലായിരുന്നേ. അതും കഴിഞ്ഞ് അടുത്ത വീട്ടിൽ ചെന്ന് കുമ്മിട്ടല്ലോ, അവിടെ ആരും ഉണ്ടായിരുന്നില്ലേ. പിന്നെ നേരെ വല്യമ്മനെ കാണാനായിട്ട് തറവാട്ടിലോട്ടേക്ക് വിട്ടു കേട്ടോ. സമയം അങ്ങോട്ട് പോയത് അറിഞ്ഞില്ല. അവിടെ എത്തുമ്പോഴത്തേക്ക് 2 മണി ആയിട്ടുണ്ടായിരുന്നേ. നല്ല വിശപ്പുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ചോറ് കഴിച്ചേക്കാം. നല്ല അടിപൊളി മട്ട ചോറുണ്ടായിരുന്നു, അതും നല്ല കട്ടിത്തൈരും ഉണ്ടായിരുന്നു കേട്ടോ. അതും ചോറിൽ ഒഴിച്ച് കുഴച്ച് മാക്ക് അങ്ങോട്ട് കഴിച്ചു കേട്ടോ. ഫുൾ ടൈം ഫോൺ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ ഇന്ന് കൂട്ടുകാരനെ കണ്ടപ്പോൾ ഉണ്ടല്ലോ ഫോണൊന്നും വേണ്ടേ. ഓട്ടവും ചാട്ടവും ബഹളത്തിനിടയിൽ രണ്ടിനെയും കൂടി ഞാൻ പിടിച്ചു കൊണ്ടുവന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ അങ്ങോട്ട് എടുത്തേ. ഈ വർഷം ചക്കപ്പുഴുക്കൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പം ഇവിടെ നല്ല മൂത്ത ചക്ക ഇരിപ്പുണ്ടേ. കൂട്ടം ഇരിക്കുന്നതുകൊണ്ട് ഒരു ചക്ക മാത്രമേ മൂത്തിട്ടുള്ളൂ കേട്ടോ. അതിനെ എങ്ങനെ പറിച്ചെടുക്കാന്ന അച്ചാച്ചൻ നോക്കുന്നത്. എന്തായാലും പ്ലാവേ കയറണം എന്ന് പറഞ്ഞിട്ട് ഗോവണി ആയിട്ടുണ്ടല്ലോ ആൻറ്റിയും കുട്ടിപ്പട്ടാളും ഒക്കെ വരുന്നുണ്ടേ. അവസാനം ഉണ്ടല്ലോ ആര് കയറും ആര് പറിക്കുന്നതായി. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ പറിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ അച്ചാച്ചൻ പറഞ്ഞു വേണ്ട, നിങ്ങൾ ആരെങ്കിലും കയറി കഴിഞ്ഞാൽ ഫുള്ള് ചക്ക ഇങ്ങോട്ട് നിലത്തിടും, ഞാനാകുമ്പോൾ അത് മാത്രമേ പറിച്ച് താഴെ ഇടുള്ളൂ. അങ്ങനെ തീരുമാനത്തിനൊടുവിൽ അച്ചാച്ചൻ തന്നെ കയറി അങ്ങോട്ട് ചക്ക അങ്ങോട്ട് കൊയ്ത് താഴെ ഇട്ടു കേട്ടോ. ചക്ക താഴെ എത്തിയതേ ഓർമ്മയുള്ളൂ. അതും എടുത്ത് ആൻറ്റി ഓടടാ ഓട്ടം. ചേച്ചിയും അനിയത്തിയും കൂടെ അത് വെട്ടി ഒരു വഴിക്കാക്കാൻ പറ്റാഞ്ഞിട്ട് അച്ചാച്ചൻ തന്നെ കോടാലി എടുത്ത് കൊണ്ടുവന്ന് ഒന്ന് റെഡിയാക്കി കൊടുത്തു കേട്ടോ. വല്യമ്മ അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടേ. പിന്നെ ഉണ്ടല്ലോ ചക്ക അരിയുന്ന സമയത്ത് ഇവിടുത്തെ പഴയ കഥകളും പിന്നെ പണ്ടത്തെ ആൾക്കാരെ കുറിച്ചും അങ്ങനെ ഒരുപാട് കഥകളൊക്കെ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സൈഡിൽ കൂടെ ഞാനും ചക്കയൊക്കെ നന്നാക്കി കുരുവൊക്കെ വേർതിരിച്ചിടുന്നുണ്ട് കേട്ടോ. പിന്നെ മാമൻ ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പുഴുക്കും ചിക്കനും കൂട്ടി അങ്ങോട്ട് കഴിച്ചു.